ആദരണീയനും ബഹുമാന്യനുമായ മുഖ്യ പ്രാസംഗികൻ ഡോക്ടർ ടി സനൽകുമാർ, അദ്ദേഹം ടി കെ മാധവ മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർമംഗലയിലെ മലയാളം വിഭാഗ മേധാവിയായിരുന്നു. ഒപ്പം പാമ്പനാർ എസ് എൻ കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് കൂടിയായിരുന്നു. നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അക്കാലത്ത് ധാരാളം എതിർപ്പുകൾ നേരിടുകയും ആ എതിർപ്പുകളെ തൃണവൽഗണിക്കുകയും അവഗണിക്കുകയും ചെയ്ത് എസ് എൻ ട്രസ്റ്റ് പ്രസ്ഥാനങ്ങളെ രൂപീകരിക്കുകയും സാധാരണക്കാരായ അനേകായിരങ്ങൾക്ക് ആശ്രയമായി മാറുകയും അവരുടെ ജീവിതമാർഗമായി മാറുകയും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവന്റെ ആശയത്തെ പൂർണ്ണമായും സാക്ഷാത്കരിച്ചുകൊണ്ട്, ഒപ്പം സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ആശയത്തെയും പൂർണ്ണമായും സാക്ഷാത്കരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ചു. രാഷ്ട്രീയക്കാരനായി, മനുഷ്യസ്നേഹിയായി, സാമൂഹ്യ പ്രവർത്തനായി, സാമുദായിക പ്രവർത്തകനായി, അങ്ങനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഇടയിൽ ജീവിച്ച് മനുഷ്യസ്നേഹിയെ, കാലം ചെയ്ത ഒരു മനുഷ്യസ്നേഹിയെ നമുക്ക് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. സാധാരണക്കാരായ പിന്നോക്കക്കാരായ ജനവിഭാഗങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന വിദ്യാഭ്യാസം അവർക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എസ് എൻ ട്രസ്റ്റിന്റെ സ്ഥാപകൻ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മഹാനായ ആർ ശങ്കരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം പത്രാധിപരായിരുന്നു, വക്കീലായിരുന്നു, മന്ത്രി, അതുകഴിഞ്ഞ് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ട്രസ്റ്റ് സെക്രട്ടറി, ഇങ്ങനെ വിവിധ തുറകൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീ ആർ ശങ്കർ രാഷ്ട്രീയ നേതാവ്, പത്രാധിപൻ, ആദ്യത്തെ കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ആർ ശങ്കർ എന്ന മഹാത്ഭുതത്തെ ആരെത്ര വാഴ്ത്തിയാലും വരില്ല പൂർണ്ണതാം. വിദ്യ കൊണ്ടേറെ സ്വതന്ത്രരാകെ ഉള്ള ഗുരുദേവ ദർശനത്തെ കർമ്മപദത്തിലെത്തിച്ചതിന്റെ നന്മയായി കേരള നാടുണർന്നു. തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആർ ശങ്കറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നോക്കിക്കാണുന്നത് രണ്ട് രീതിയിലാണ്. അദ്ദേഹം വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെട്ട മേഖലയിലെല്ലാം എങ്ങനെയാണ് തൻ്റെ മിടുക്ക് തെളിയിച്ചത് എന്ന അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം. ഇനി ഈ പ്രൊഫഷണലിസത്തിലേക്കൊക്കെ എത്താനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം തന്നെയാണ്. പ്രഭാഷണത്തിന് വേണ്ടി ധാരാളം വ്യക്തികൾ അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ പ്രഗത്ഭനായ പ്രഭാഷകനായ സനൽകുമാർ സാറിനെ തന്നെ ഇന്ന് ക്ഷണിച്ചതിന് അദ്ദേഹത്തിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. എനിക്ക് ഏറെ സ്നേഹാദരങ്ങളുള്ള ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ രാജീവ് സാർ, എനിക്കേറെ ബഹുമാനങ്ങളുള്ള നമ്മുടെ RDCയുടെ കൺവീനറും എസ് എൻ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കാർത്തികപ്പള്ളി SNDP യൂണിയന്റെ പ്രസിഡന്റുമായ പണിക്കരിയേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ അശോക പണിക്കർ, അതുപോലെ എനിക്കിവിടെ വന്നപ്പോൾ നമ്മുടെ കാലഘട്ടത്തിന്റെ മുത്തച്ഛനായ ശങ്കർ സാറിന്റെ ഓർമ്മകൾ വന്നപ്പോൾ എന്നെ സൃഷ്ടിച്ച എന്റെ പിതാവിനെ ഓർക്കാൻ ഒരു നിമിത്തം കൂടി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന PN വിശ്വനാഥൻ ഡോക്ടറുടെ അന്ന് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ആനന്ദരാജ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടാകേണ്ടത് ആനന്ദമാണ്. നമ്മളെല്ലാം സന്തോഷത്തിലാകുന്നുള്ള ആനന്ദം. അപ്പൊ ആനന്ദരാജനൻ ഇതിന്റെ ഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം, അതുപോലെ ചേർത്തല കോളേജിലുള്ളപ്പോൾ പലപ്പോഴും ബസ്സിനും ട്രെയിനും ഒക്കെ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യാറുന്ന
പ്രിയപ്പെട്ട അനുജൻ നമ്മുടെ വിനോദ് സാർ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ NSSന്റെ ഒക്കെ പ്രവർത്തനത്തിലേക്കുള്ള പ്രിയ ടീച്ചറുണ്ട്. പിന്നെ നമ്മുടെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ഫലപ്രദമായി നിർവഹിക്കുന്ന ഓഫീസ് സൂപ്രണ്ട് ശ്രീ പീതാംബരൻ, അതുപോലെ സ്വാഗതം ആശംസിച്ച പാർവതി ടീച്ചർ, പിന്നെ ഇതിന്റെ എല്ലാമായ നിങ്ങളെ നയിക്കുന്ന ശ്രേഷ്ഠരായ അധ്യാപകരോടുണ്ട്. അവർക്ക് ഊർജം പകർന്നു കൊടുക്കുന്ന പുതുതലമുറയുടെ താളവും ഈണവും എല്ലാം ചേർന്ന ഈ നാടിന്റെ നന്മകൾ, നിങ്ങളില്ലാതെ എന്തോർമ്മകൾ, മഹാനായ ശങ്കർ സാറിനെ കുറിച്ച് ഓർമ്മകൾ പലപ്പോഴും അധ്യാപകർ കേട്ട് അവരുടെ ചെവി നിറയുമ്പോൾ അവരൊരു നിലയിലെത്തിയവരാണ്. ഇനി ഒത്തിരി നിലയിലേക്ക് എത്തുവാനിരിക്കുന്ന നിങ്ങളെ മഹാനായ ആർ ശങ്കർ സാർ, എന്റെ ബാല്യത്തിലെ ഞാൻ എന്റെ അച്ഛന്റെ നാവിൽ മഹാനായ ആർ ശങ്കർ, മഹാനായ. അപ്പൊ ഒരു മഹാനെ അടുത്ത കാലത്ത് കാണാൻ പറ്റാതിരുന്നപ്പോഴാണ് നമ്മുടെ തലമുറയോട് തൊട്ടു മുൻപേ എന്നെ ഈ ശതാബ്ദത്തിൻ തോണത്തു കയ്യും വെച്ച് നിന്നെതിരേൽക്കാൻ ത്രികാലജ്ഞനാം ഭവാൻ വന്നു. നമ്മളുടെ തലമുറയ്ക്ക് നമ്മളിപ്പോ മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതൊക്കെ ഇപ്പൊ പുതിയ പഠനമാണ്. എന്തെല്ലാം ആയാലും നോക്കി വളർത്തിയില്ലെങ്കിൽ മോശമായി പോകും. മൊട്ടായി പുഴുതിന്ന് പാതി വിടർന്നു പെരുവഴിയിൽ ഞെട്ടടർന്നു പതിച്ചവ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചിലത് പൂർണ്ണമാകാതെ പോകും, യാത്ര അപൂർണമായി പോകും. പക്ഷേ നമ്മളെ പൂർണ്ണതയിൽ നയിച്ച ഒരു ദർശനം മഹാഗുരുവിടെ തന്നു. ലൗകികവും ആത്മീയവും സമന്വയിപ്പിച്ചുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മാത്രവുമല്ല, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. സംഘടന കൊണ്ട് ശക്തരാക്കുവാൻ നമുക്കെല്ലാം ആവേശം തന്ന മഹാനായ TK മാധവൻ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പേറുന്നതാണ് ഈ സ്ഥാപനം. അങ്ങനെ ശ്രീനാരായണ ദർശനത്തിന്റെ 2 തലങ്ങളാണ്. സംഘടിച്ച് ശക്തരാകുക, അത് നിർവഹിച്ച മഹത്പുരുഷന്റെ പേരിലുള്ള ഓർമ്മകൾ പേറുന്ന സ്ഥാപനത്തെ പഠിക്കുന്ന നിങ്ങൾക്ക് അഭിമാനിക്കാം. അതുപോലെ വിദ്യ കൊണ്ട് സ്വതന്ത്രയാകുക എന്ന ഗുരുദേവ സന്ദേശത്തെ ഫലപ്രദമായി വിനിയോഗിച്ച് 100 മേനി വിളയിച്ച കർമ്മ ചൈതന്യത്തിന്റെ ഊർജ ആദർശ മാനവികതയുടെ എല്ലാവരെയും ഒന്നായി കണ്ട ശ്രീനാരായണ ദർശനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ആത്മസഹോദരരെന്ന് ചിന്തിച്ച് നമ്മുടെ ഈ തലമുറയെ ഒരു 50 വർഷത്തോളം സ്വാധീനിച്ച് 25 വർഷം തന്റെ പിടിയിൽ, തന്റെ ഇച്ഛാശക്തിയിൽ പിടിച്ചു നിർത്തിയ സുധീരമായ നേതൃത്വത്തിന്റെ, കറപുരുളാത്ത നേതൃത്വത്തിന്റെ, നട്ടെല്ലു വളയ്ക്കാത്ത വ്യക്തിത്വത്തിന്റെ, തൻപൊരിമയുടെ, ഇച്ഛാശക്തിയുടെ, വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട വെളിച്ചം ലഭിച്ചതിന്റെ തെളിച്ചം മാനവരാശിക്ക് പകർന്നു തന്ന നിസ്വാർത്ഥനായ ആദർശധീരനായ മഹാനായ ആർ ശങ്കർ സാർ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾ ശങ്കർ സാറിന്റെ പുസ്തകമൊക്കെ വായിക്കണം. നിങ്ങൾ മോട്ടിവേഷൻ അവിടെ ഇവിടെ ഒരു കോഴ്സിനും പോകണ്ട. നിങ്ങളുടെ ചോര തൊടിക്കും ചെറുകൈകളിൽ നിങ്ങളുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് സംവദിക്കും. നിങ്ങളിൽ മാറ്റം ഉണ്ടാകും. എത്ര വയ്യെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരാൻ ഒത്തിരി തടസ്സങ്ങൾ. ഹൈവേയിലെ റോഡ് പോയി കിടക്കുന്നതൊക്കെ അറിയാം. ഞാൻ ഹൈവേ യാത്ര മതിയാക്കിയിരിക്കുകയാണ്, ട്രെയിൻ സൗകര്യം. പക്ഷേ ശങ്കർ സാറിന്റെ ഓർമ്മകൾ ഉള്ള 2 പുസ്തകമാണ് ഞാൻ വെച്ചത്. ഒരു പുസ്തകം എന്റെ അലമാരി, ഒരു പുസ്തകം എന്റെ സുഹൃത്തിന് കൊടുത്തിട്ട് ഞാൻ വെക്കുന്നത്. അതാണ് അവരെ പ്രിയദർശൻ. എന്റേത് കിട്ടിയില്ല, അദ്ദേഹത്തിന് മേടിക്കും. അത് ഒത്തില്ലെങ്കിൽ അലമാരി കുത്തിപ്പൊട്ടിക്കാൻ പോലും എന്നെ ശ്രമിപ്പിക്കുന്ന ഊർജ്ജസ്വലമായ വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം രാഷ്ട്രീയ നിലപാടിനെതിരെ നിന്നിരുന്ന MK കുമാരൻ ഭരിച്ചിടുമ്പോൾ രോമാഞ്ചത്തോടു കൂടിയേ നമുക്കത് വായിക്കാൻ പറ്റും. വിദ്യാർത്ഥികളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. The sweet are the uses of adversity. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ മാധുര്യമേറിയവയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ, കൊട്ടാരക്കരയിൽ പുത്തൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ച ആ ബാലൻ ശ്രീരാമൻ അവരുടെയും അതുപോലെ കുഞ്ചാളിയമ്മയുടെയും 5ാമത്തെ പുത്രനായി 1909 ജനിച്ച ആർ ശങ്കർ സാർ, ഏപ്രിൽ 30 ജനിച്ച ശങ്കർ സാർ പടിപടിയായി വളർന്നിട്ട് കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങി നിൽക്കുകയും
അതോടൊപ്പം തന്നെ സാമുദായിക പ്രവർത്തനങ്ങളിലെ നിറഞ്ഞു നിൽക്കുകയും ആ സമുദായ പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പോഴും താൻ ജനിച്ച സമുദായത്തോടൊപ്പം തന്നെ വളർത്തിയ സമൂഹത്തെ ഒന്നായി കണ്ട് ഗുരുവിന്റെ ഇവിടെ ആനന്ദരാജനെ സൂചിപ്പിച്ചു ആ മതേതര ദർശനത്തെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി വിനിയോഗിച്ച് നൂറുമേനി മേരിയ കർമ്മധീരനാണ്. അതാണ് ശങ്കർ സാർ. ശങ്കർ സാറിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ കയറി വരുമ്പം കണ്ടുക. കേരളത്തിന്റെ 3ാമത്തെ മുഖ്യമന്ത്രിയായി സ്വപ്രയത്നത്തിലൂടെ ബുദ്ധിപരമായി നീങ്ങി സ്ഥാനമാനങ്ങളിൽ വന്ന് അധികാരം പങ്കിട്ടെടുക്കുന്ന തരത്തിലാക്കിയ മഹാനായ ശങ്കർ സാറ് രാഷ്ട്രീയ നെറികെട്ട പ്രവണതകൾ കൊണ്ട് സഹിക്കവയ്യാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വന്തമായ നിലപാടുള്ളവരാണ് വ്യക്തിത്വം. അല്ലാത്തവരുടെ നില പാടായി മാറും, നമ്മൾ വാരിയെടുക്കും. അതിന് വ്യക്തിത്വം എന്താണെന്ന് അധികാരത്തെ വളരെ പുഞ്ചിരിയോടെ കിടക്കുന്ന കസേര എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ ആ വൈകാരികമായ പ്രസംഗത്തിൽ അചഞ്ചലമായ മാനസിക ഘടനയെ കുറിച്ച് അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ പോലും വാഴ്ത്തുന്നത്. അതാണ് ആദരാഭിനന്ദനങ്ങളെ പിടിച്ചു പറ്റിയ ഒരു മഹാൻ നമുക്കിടയിൽ നമുക്ക് തൊട്ടുമുന്നേ കടന്നുപോയിരിക്കുന്നു. നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേ നിങ്കാനമെന്നും എന്ന് ചങ്ങമ്പുഴ പാടിയതുപോലെ ഇവിടെ ശങ്കർ സാർ നമ്മളുടെ കൂടെ. ശങ്കർ സാറിനെ ഓർമ്മിക്കേണ്ട, അദ്ദേഹത്തിന്റെ ഒത്തിരി വിശേഷണങ്ങളുണ്ട്. അതെല്ലാം മാഞ്ഞു പോയാലും കേരളമെമ്പാടും തലയുയർത്തി നിൽക്കുന്ന ശ്രീനാരായണ കലാലയങ്ങൾ ആർ ശങ്കർ സാറിൻ നിത്യസ്മാരകങ്ങൾ. ഞങ്ങൾക്കു കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയൊരാ മംഗല മഹാത്മാവിൻ സ്മരണ ചൊരിക്കുമ്പോ ഇങ്ങനെ പൂമട്ടുകൾ കാഴ്ചവെക്കുന്നു ഞങ്ങൾ. അങ്ങനെ മഹാനായ ആർ ശങ്കർ സാറിനെ ഓർക്കണം, വായിക്കണം, പഠിക്കണം. ഇപ്പൊ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി വന്നതുപോലെ പേരിൽ ഭാവിയിൽ ശങ്കർ സാറിനെ കുറിച്ച് പഠിക്കാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയുടെ മനോഘടന, ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി ലോകത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കുവാൻ നമുക്ക് നിമിത്തമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ശങ്കർ സാർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. സാധാരണ ചില മേഖലകളിൽ രാജാവായി. ചില ഡോക്ടർമാരുണ്ട്, അവര് ഹൃദയം തുറന്നോ ഞരമ്പ് മുറിച്ചോ ഒക്കെ പണി വെച്ചു തരും. പക്ഷെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളുടെ കാര്യം ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ഒരിക്കലും MA ബേബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഈ ബേബിച്ചേട്ടൻ എന്താ പണി എന്ന് ചോദിച്ചു. ഇന്ന് അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു, ഇന്നും അറിയാത്ത അവസ്ഥ ഉണ്ടായി. നമ്മൾ അറിയാതെ പോകും. നമ്മൾ മലയാളി പല ഓട്ടപ്പാച്ചിലിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നതാകുന്നു ജീവിതം. പക്ഷെ ശങ്കർ സാറിനെ അറിയണം. നിങ്ങൾ പുസ്തക വായനശീലമൊക്കെ കുറഞ്ഞു വരുവാണ്, വാട്സപ്പിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. പക്ഷേ ചില പുസ്തകങ്ങൾ തേടി പിടിച്ചു വായിക്കണം. അതുകൊണ്ട് ശങ്കർ സാറിനെ വായിക്കുക, പഠിക്കുക, അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് വലിയ നിലയിലെത്താം. ഇപ്പൊ ശങ്കർ സാറിന്റെ ഒരു തടസ്സം, അദ്ദേഹം നന്നായി പഠിച്ചു വരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ആ ഒരു കഴിവ് കാണിക്കുന്നു. അത് നിങ്ങൾ പറയും, അത് നമുക്കുണ്ടെന്ന് പറയും. അദ്ദേഹത്തിന്റെ ആശാൻ കൊച്ചു ബാലനായിരിക്കുന്ന സമയത്ത് ആശാന്റെ മോൾക്ക് ഒരു ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു പൂവ് പൊട്ടിച്ചു കൊടുക്കണം. നമ്മൾ പാട്ടി പറയല്ലോ, ഒരു പൂവ് പൊട്ടിച്ചു, ദൂരെ ഞാൻ നീന്തി ചെന്ന പൂവ് പൊട്ടിച്ചു. അപ്പോൾ അങ്ങനെ അത്രയൊന്നും തെളിയാത്ത പ്രായവ. പക്ഷേ കൂട്ടുകാർക്കൊക്കെ ആഗ്രഹം ഉണ്ടായാലും അവർ പേടിത്തൊണ്ടന്മാർ. ശങ്കർ സാറ് ബാലൻ, ആ കുഞ്ഞിശങ്കരൻ ഇറങ്ങി ആ പൂവ് അടർത്തി തന്റെ ഗുരുനാഥന്റെ കൂടെ മകളായ പെൺകുട്ടിക്ക് കൊടുത്തു കഴിവ് തെളിയിക്കുന്നു. അപ്പം ബാല്യത്തിലെ ശങ്കർ സാറിലെ ആ കഴിവ് തടസ്സമൊന്നുമല്ല, അസാധ്യമെന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിലില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുമ്പോഴാണ് എല്ലാം നിന്ന് ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ ഒരു വ്യക്തി വളരുന്നത്. പിന്നെ പഠിച്ചു വരുമ്പോഴേ ഒരിക്കലെ ഇതുപോലെ അച്ഛൻ ഏതോ കാര്യത്തിന് കമുകയിൽ കെട്ടിയിട്ടു. അപ്പൊ ഉടനെ കമുകയിൽ കെട്ടിവെച്ച് അച്ഛൻ കർക്കശക്കാരൻ. അച്ഛനെ മാറിക്കഴിഞ്ഞപ്പോ നമ്മുടെ കുഞ്ഞിശങ്കരൻ ആ കമുവിന്റെ മേളിൽ കയറി ആളെല്ലാം കൂടി. അപ്പൊ തല്ലത്തില്ലെന്ന് ഉറപ്പ് പറയാമെങ്കിൽ താഴെ വരാം, അല്ലെങ്കിൽ ചാടുമെന്നല്ല. അച്ഛൻ പറഞ്ഞു ശരി മോനി ഇറങ്ങി വന്നാണ്. അപ്പൊ നിലപാടുകളൊക്കെ നേടിയെടുക്കുവാനുള്ള ചില തന്ത്രങ്ങൾ, അത് രാഷ്ട്രീയത്തിനും തന്ത്രമാണ്, പോളിറ്റിക്സ് കൂടിയാണ് അത്. അതുപോലെ 10ാം ക്ലാസ് സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിൽ പോകണം. ഇത്രയും പ്രതിഭാസമ്പന്നനായ ജന്മസിദ്ധമായ പ്രതിഭ ശങ്കർ സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതിന് തടസ്സം വീട്ടിലെ സാഹചര്യം, 10-11 പേരുടെ കാര്യമൊക്കെ ആയിട്ട് ഇടത്തരം കുടുംബമാണ്, ബുദ്ധിമുട്ടാണ്. അന്ന് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്
ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. അതിന് തടസ്സം വന്നപ്പോൾ ശങ്കർ ഇവിടെ കുഞ്ഞമ്മ, അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുഞ്ഞമ്മയുടെ ഒക്കെ പോയി അവിടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുഞ്ചു ശങ്കരൻ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം പഠിക്കുവാനുള്ള സൗകര്യം ഞാൻ ചെയ്തതാണ്. അതാണ് നമ്മൾ പണമുള്ളവരെ കൊണ്ട് ഗുണമുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും പറയും, ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും. അപ്പം പണമുള്ളവർക്ക് അങ്ങനെ ഒരു വലിയ ഉപകാരം ചെയ്യാം. ശങ്കർ സാറിന് ആ വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടാണ് കേരളത്തിലെ ഈ നവോത്ഥാന കേരളത്തിലെ മുഖ്യശില്പികളിൽ ഒരാളായി അദ്ദേഹം മാറാനുള്ളത്. അപ്പൊ അവിടെ തിരുവനന്തപുരത്തെ അന്തരീക്ഷം, നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മളെ മാറ്റിമറിക്കും. ഇപ്പൊ എന്റെ മോനെ ഭാഗ്യം കിട്ടി, ഞാനും അവന്റെ അമ്മയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവൻ വെളിയിൽ പോയി പഠിച്ച് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഏത് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ അത്ഭുതപ്പെട്ടു പോകും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അത് കഴിവ് നമ്മളിപ്പം ഒരു കാര്യത്തിൽ ചിലര് MSc ഇലക്ട്രോണിക്സ് ഒക്കെ അറിയാം, പക്ഷെ ഒരു ബൾബ് മാറ്റിയിടാനോ ഒരു ഹോൾഡർ ശരിയാക്കാനോ അവർക്ക് അറിയാതെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രായോഗിക പരിചയം കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ ശങ്കർ സാറ് അപ്പൊ അങ്ങനെ അപ്പം കോളേജിൽ ചേരാൻ അവിടെ സഹായം കിട്ടി. തിരുവനന്തപുരത്തെ പഠിത്തവും അവിടുത്തെ ബന്ധങ്ങളും എല്ലാം ശങ്കർ സാറിനെ വളർത്തി. ഒരിക്കൽ അവിടെ ഒരു സാഹിത്യ സമ്മേളനം നടക്കുമ്പോൾ, അവിടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചു ഒരു സാഹിത്യ പ്രഭാഷകൻ, മുണ്ടശ്ശേരിയും മറ്റുമൊക്കെ രംഗത്ത് പേരെടുക്കുന്നതിനൊക്കെ തൊട്ടു മുൻപുള്ള ഒരു കാലഘട്ടം വർക്കലയിലെയും തിരുവനന്തപുരം മേഖലയിലും ഒക്കെ സാഹിത്യ പ്രഭാഷകനായി ഈ രാഷ്ട്രീയത്തിൽ പിന്നീട് ശോഭിച്ച ശങ്കർ സാർ നിറഞ്ഞു നിന്നിരുന്നു. ഒരിക്കലെ ഉള്ളൂരിന്റെയും മറ്റൊന്നും അധ്യക്ഷതയിൽ ഒരു സാഹിത്യ സമ്മേളനം നടന്നു. മഹാകവി കുമാരനാശാൻ അങ്ങോട്ട് മറഞ്ഞിട്ട് കുറച്ചു കാലമായുള്ളൂ. ആ മീറ്റിംഗിൽ കേരളത്തിന്റെ മാനസിക ഭൂമികളെ ആവിഷ്കരിച്ച് കേരളത്തിന്റെ എക്കാലത്തെയും മഹാകാവ്യ വിടാത്ത മഹാകവി കുമാരനാശാന്റെ പ്രതിഭ ആശാനെ വേണ്ട പോലെ ശ്രദ്ധിക്കാതെയും ആശാനെ ഒന്ന് തൊട്ടുതെളിവിച്ച് കടന്നുപോയ ആ യോഗത്തിന്റെ നിലപാടിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, നിങ്ങളുടെ പ്രായക്കാരൻ ഡിഗ്രി വിദ്യാർത്ഥി എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് തരുമോ? അധ്യക്ഷൻ 5 മിനിറ്റ് അനുവദിച്ചു. അങ്ങനെ ശങ്കർ സാറ് പ്രസംഗിച്ചു. 5 മിനിറ്റ് എന്നുള്ള അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിയന്ത്രിക്കാൻ പറ്റാ ആശാൻ കവിതയെയും വിദേശ കവികളുടെ കവിതകളെയും ഇംഗ്ലീഷിലെയും മലയാള ആശാന്റെ പ്രചോദനത്തെയും വിദേശ കവികളുടെ കാവ്യങ്ങളെയും എല്ലാം കൂടെ താരതമ്യം ചെയ്തു സംഗീതാത്മകമായി ആർശങ്കർ അവതരിപ്പിച്ചപ്പോൾ ആ പ്രസംഗം നിർത്തുമ്പോൾ കരഘോഷങ്ങൾ ഉയർന്ന് ആർശങ്കർ അവിടെ ഒരു പുതിയ പ്രഭാഷകനായി മാറി. ഇതിനും കുറച്ചു മുൻപേ ഇവിടെ തിരുവിതാംകൂർ രാജാവ് അന്ന് ഫീസ്, വിദ്യാർത്ഥികളുടെ ഫീസ് 5 എന്നുള്ളത് 6 ആക്കിയപ്പോൾ ആ പുത്തൂർ ഗ്രാമത്തിലെ അവിടെ കൂടിയ ഒരു യോഗത്തിൽ ആർശങ്കറിലെ ബാലനിലെ പ്രഭാഷകൻ ഉണർന്നു. അപ്പൊ അന്യായങ്ങളോട് പ്രതിഷേധിക്കുക, ധാർമ്മികമായ സമരം ചെയ്യുക, സത്യത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർശങ്കറെ നല്ല പ്രായത്തിന് തന്റെ ആ വ്യക്തിപ്രഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. ക്രമേണ ഇദ്ദേഹം വളർന്നു. അങ്ങനെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ICS, അന്നത്തെ ഇന്ന് IAS പറഞ്ഞതൊക്കെ ICS പരീക്ഷ പാസ്സാണെന്നുള്ള ആഗ്രഹം. അപ്പൊ അതിന് പണം സംഭരിക്കണം. വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ശങ്കർ സാറിന് ഒരു ജോലിയൊക്കെ കിട്ടി, എന്തെങ്കിലും ഒരു വരുമാനം വീട്ടിലും പ്രതീക്ഷിച്ചാണ്. പക്ഷെ തന്റെ പ്രതിഭയെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് കുടുംബകാര്യത്തിലായിട്ട് ഉടച്ചു കളയാതെ ശങ്കർ സാറ് തനിക്കൊരു വരുമാനം കൂടെ വേണമെന്നുകൊണ്ട് 19ാമത്തെ വയസ്സിൽ ശിവഗിരി സ്കൂളിൽ, ശ്രീനാരായണ ഗുരുദേവൻ, ഞാൻ വർക്കലയിലാണ് താമസം, എന്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഗുരുവിന്റെ ഓർമ്മകളും ഒക്കെ എനിക്ക് എന്നുള്ളതാണ്. അപ്പൊ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി ജോലിയിലായി. അപ്പൊ അന്നും പ്രായം കൂടിയ ആളുകളൊക്കെ, നിങ്ങൾക്കറിയാം, പ്രായമുള്ളവര് തന്നെ ഇപ്പം പല സ്ഥാപനങ്ങളിലും കുത്തിത്തിരികളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് സമീപകാല വാർത്തകൾ വരുന്നത്. അപ്പോൾ ആ പ്രായം കുറഞ്ഞ പയ്യൻ ഹെഡ് മാസ്റ്ററായവരെ ഭരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ പ്രായമുള്ളവർക്ക് അവർക്ക് പല പല അസ്വസ്ഥതകളായി. പക്ഷെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ ചുറുചുറുക്കുള്ള ഈ കഴിവുറ്റ ഈ പയ്യന്റെ വ്യക്തിപ്രഭാവം തിരിച്ചറിഞ്ഞ് അവരെല്ലാം അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തിന്റെ അനുകൂലികളുമായി മാറുന്ന മാന്ത്രികതയാണ് പിന്നീട്. അന്ന് അദ്ദേഹം സാഹിത്യ ക്ലാസുകൾ എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ കേരള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ കൈരളിയുടെ കഥ എഴുതിയ എൻ കൃഷ്ണപിള്ള സാറ് വർക്കലക്കാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് ഉറങ്ങിപ്പോയ അദ്ദേഹം പറയും, ആ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷ് കവിതകളും മലയാള കവിതകളും എല്ലാം കുട്ടിയിണക്കിക്കൊണ്ട് സംഗീതമധുരമായി ആലപിച്ചുകൊണ്ട് അറിവിന്റെ ചക്രവാളം വികസ്വരമാക്കിക്കൊണ്ട് ആർശങ്കർ സാർ സുന്ദരനാണ്. പുരുഷ സൗന്ദര്യത്തിൻ പൂർണ്ണാഭോഗം കണ്ണെടുക്കാൻ തോന്നത്തില്ല. ആർശങ്കർ സാറിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ അദ്ദേഹത്തെ മോഹിച്ചിരുന്നു. ഇതൊക്കെയാണോ അദ്ദേഹത്തിന്
അകാല ദുര്യോഗം ഉണ്ടായെന്ന് പോലും ചിന്തിക്കേണ്ടി വരും. അത്ര നമ്മുടെ ഇവിടെ തിരുവല്ലാവൂർ ക്ഷേത്രത്തിലെ പ്രതിമ ഭഗവാനെ കണ്ടു പോയിച്ചിട്ട് പ്രതിമയ്ക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം പുരുഷ സൗന്ദര്യത്തിന് പൂർണ്ണാഭം. ശങ്കർ സാറിന്റെ അമ്മ നല്ല ശരീരപുഷ്ടി, അതുപോലെ നല്ല ആ ഒരു ശാരീരിക ഘടന ശങ്കർ സാറിന് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഉദാരമനസ്കനായിരുന്നു രാമൻ. അതാണ് ശങ്കർ സാറിന്റെ പൈതൃകം. അദ്ദേഹം തന്റെ സമുദായക്കാർക്കല്ല, നാട്ടുകാരുടെ എല്ലാ ഇടയിലെ അംഗീകാരമുള്ള ഒരു ബാല ചികിത്സകനായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും എല്ലാവരുടെയും മതിപ്പ് നേടിയതാണ്. ശങ്കർ സാറിന്റെ അമ്മയുടെ അച്ഛനും അറിയപ്പെടുന്ന ആളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളെയും പഠിപ്പിക്കാൻ, ദൂരെ വിട്ടും പഠിപ്പിക്കാൻ കഴിഞ്ഞ ശ്രീനാരായണ ദർശനം. അതായത് സ്ത്രീകൾക്കും ഈ പുരുഷന്മാരെ പോലെ എല്ലാ മേഖലയിലും വളരുവാനും വികസിക്കുവാനുമുള്ള അവസരം ഉണ്ടാകണം. ആ ഒരു പൈതൃകമാണ് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ കിട്ടുന്നതല്ല. നല്ല പാരമ്പര്യത്തിൽ വരുന്നവർ ആ ഗുണം കാണിക്കും, അല്ലാത്തവര് അവരുടെ ഗുണവും കാണിക്കും. അതാണ് പാരമ്പര്യത്തിന്റെ ഊർജം. ആ ശങ്കർ സാറിന്റെ നട്ടെല്ല് വളയ്ക്കാത്ത അത്. ആ ശങ്കർ സാറിന്റെ ഒരു ചിത്രം ഇവിടെ ഇല്ലെങ്കിൽ ഞാനൊരു ചിത്രം തരാം. അതായത് പൊക്കത്തിനൊത്ത ശരീരപുഷ്ടി, കാന്തി ചിതറും മുഖവിശുദ്ധി, ബുദ്ധിപ്രഭാവം തെളിഞ്ഞു നിൽക്കും, നെറ്റിത്തടത്തിനെ ഓമനിക്കും, കട്ടിക്കറുപ്പ് നിറം കലർന്നു മുറ്റിത്തഴച്ച പുരീകങ്ങളും. കേട്ടോ, വിശാലമായ നെറ്റിത്തടം. കുറച്ച് ചിന്തിക്കുന്നവരൊക്കെ മുടി കുറേശ്ശെ പൊഴിയും. ഒന്നും ചിന്തിക്കാതിരുന്നാൽ മതി, മുടിയെല്ലാം അവിടെ കാണും. പിന്നെ മുടി ചൂടാ മഞ്ഞനോ മുടി ചൂടി മഞ്ഞോ ഒക്കെ. അപ്പം ബുദ്ധിപ്രഭാവം തെളിഞ്ഞു നിൽക്കും. എന്റെ അച്ഛന്റെ എഴുത്ത്, അച്ഛനും മലയാളം സാർ അടങ്ങിയിരിക്കില്ല ഇങ്ങനൊക്കെ പരിപാടി. നെറ്റിത്തടത്തിനെ ഓമനിക്കും, കട്ടിക്കറുപ്പു നിറം കലർന്ന് മുറ്റി തഴച്ച പുരിയങ്ങൾ. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ, നമ്മുടെ സ്ത്രീ സൗന്ദര്യം എന്ന് പറയും. സ്വാമി വിവേകാനന്ദന്റെ സൗന്ദര്യം ഉണ്ടെന്ന് നോക്ക്, തൊട്ട് പടം വരച്ച ഇത്ര ഫിനിഷ് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. ആൺമയിലിന് സൗന്ദര്യമില്ലേ, നിങ്ങളെ വനിതകൾ എന്നോട് പറയാൻ. അപ്പോൾ ആ മുറ്റി തഴച്ച പുരിയങ്ങളും, പിന്നെ നട്ടെല്ലു തെല്ലും വളഞ്ഞിടാതെ ആരെയും കൂസാത്ത മട്ടിലുള്ളവര് ആ നിൽപ്പ് നിങ്ങളൊന്നോർത്തു നോക്കൂ. താഴെ പടം വെച്ചിട്ടുണ്ട്, നിങ്ങളത് ഓർക്കും. ഒരു പേഴ്സണാലിറ്റി. ശങ്കർ സാറ് ഒരു വ്യക്തിയല്ല, പല പല പ്രസ്ഥാനങ്ങളുടെ സമന്വിത രൂപമായി ഒരു മനുഷ്യന്റെ പ്രതിഭ എത്രത്തോളം തിളങ്ങാവോ അത്രത്തോളം തിളങ്ങി. ഇംഗ്ലീഷിൽ ചൊല്ലണ്ടേ, പ്രോബ്ലംസ് ആർ ലൈക്ക് എ കൈറ്റ്സ്, എ കോൺട്രറി വിൻഡ് റൈസസ് ഇറ്റ് ഹയർ. പ്രതികൂല നമ്മുടെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പട്ടം പോലെയാണ്. പട്ടത്തിനൊരു സ്വഭാവമുണ്ട്, എന്തോ എതിരായ ഒരു കാറ്റടിക്കുമ്പോ ആ പട്ടം അതിനനുസരിച്ച് ഉയർന്നു പോകും. അപ്പം തന്നെ തൊട്ടതൊക്കെ പൊന്നാക്കി തനിക്ക് നേരെ വന്ന പ്രശ്നങ്ങളെയെല്ലാം, മല പോലെ വന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലുരുക്കി നിഷ്പ്രയാസം സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് സമൂഹത്തെ അതിനെ പാകപ്പെടുത്തി ഒത്തിരി ചരിത്ര നേട്ടങ്ങൾ വാരിക്കൂട്ടി ഒരു സമുദായത്തിന് വാരി വിതറിയ മഹാനുഭാവനാണ് വിരാജിച്ചത്. ഇത് നമ്മൾ അറിയണം. ആ ബലമേറി. അതുകൊണ്ടാണ് ശങ്കർ സാറ് കർമ്മധീരനായ ബഹുമുഖ പ്രതിഭ. ഇപ്പൊ ശ്രീനാരായണ ദർശനത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിരുത്തി പ്രവർത്തിക്കുകയും അതനുസരിച്ച് നമ്മുടെ കേരളത്തെ പുതുക്കി പണിയുകയും ചെയ്ത അഭിനവ കേരളത്തിന്റെ, ആധുനിക കേരളത്തിന്റെ മുഖ്യ ശില്പികളിൽ പ്രമുഖനാണ് ശങ്കർ സാർ. അതുപോലെ സംഘടനാ സെക്രട്ടറി നമ്മുടെ ടി.കെ. മാധവൻ. ഇവര് രണ്ടുപേരും ഗുരുദർശനത്തിന്റെ ആ രണ്ട് പ്രധാന ചിറകുകൾ ഉയർത്തി പറന്ന് അവരെ ശാശ്വത യശസ്സിലേക്ക് പോയി. ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇവിടെ പാർട്ടിയിൽ പറയും രക്തസാക്ഷി മരിച്ചാലും മരിക്കില്ല എന്ന് പറഞ്ഞ പോലെ അനുകമ്പാശാലി മരിച്ചാലും മരിക്കുന്നില്ല. അങ്ങനെ കീർത്തിയാർന്നുള്ള ശരീരമാർന്നു ശങ്കർ സാർ ഇന്നും നമുക്കിടയിൽ വന്നു തിളങ്ങി പ്രഭാഷിതരും. അതാണ് ശങ്കർ സാർ. അപ്പം ഈ പിന്നെ വലിയൊരു നമ്മുടെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ കോളേജിൽ നമ്മൾ പറയേണ്ട അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവം. ഇന്ന് നമ്മളെല്ലാം ഇങ്ങനെ ഇരുന്ന് പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയത് 1964 അദ്ദേഹം തുടങ്ങിയ കോളേജിൽ വർക്കല W എന്നാണ് എന്റെ ശില്പം എന്ന് പറഞ്ഞാൽ SN കോളേജുകൾക്ക് എല്ലാവർക്കും സ്വാഗതം. W SN കോളേജിലെ ഫ്രണ്ട്, പിന്നെ E പോലെ, പിന്നെ L പോലെ, പിന്നെ C പോലെ, അങ്ങനെ വെൽക്കമില് WELCOME ഇങ്ങനെ SN കോളേജുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം, ഈഴവർക്ക് മാത്രമല്ല. അതാണ് ശങ്കർ സാറിന്റെ ശ്രീനാരായണ ദർശനം.
അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ആവശ്യമുള്ള കോളേജുകൾ കൊടുത്തതിന് ശേഷം ഞാൻ ജനിച്ച സമുദായത്തിന് ആവശ്യമുള്ളത് ഞാൻ എഴുതിയെടുത്തു. മുഖ്യമന്ത്രിയായപ്പോ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി, അവരുടെ വിദ്യാഭ്യാസത്തിനായി, അവരുടെ സാംസ്കാരിക വളർച്ചയ്ക്കായി, അവരിലെ ആത്മബോധം ഉണർത്തുവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ശങ്കർ സാറിനോടുള്ള കുശുമ്പ്, പണിവെപ്പ്, പാര, അസംതൃപ്തി ഉണ്ടായി. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടം വരെ വഴി വന്നാൽ അങ്ങോട്ടുള്ളവർ നടന്നു വയ്ക്കും. ഇതാണ് പലതും. അവരും വണ്ടി ഉപയോഗിക്കണം. മനുഷ്യൻ ചിന്തിക്കുന്ന ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും, ബാക്കി എല്ലാ ലോകം നശിക്കുക, അങ്ങനെ ചിന്തിക്കും. മറ്റുള്ളവർ ശ്രീനാരായണ ഗുരു പറയുക, നിന്നെ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുക, നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളത് എല്ലാം ഇല്ല. അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ആ അന്തസ്സത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച മഹാനുഭാവനായിരുന്നു മഹാനായ ആർ ശങ്കർ സാർ. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എത്ര സ്വതന്ത്രമായി ചിന്തിച്ചാലും നമ്മുടെ സമൂഹത്തിൽ ചില പുറത്ത് പറയാൻ വയ്യാത്ത ചില ഇഷ്ടങ്ങൾ വിലയിരുത്തുന്നു. നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കും, ചിലർ അവരുടെ ഭാഗികമായി. നമ്മളെ അയലോക്കത്തുകാരന് തൈ വെക്കുമ്പോൾ നമ്മള് ആ തൈയുടെ തടം നമ്മുടെ പറമ്പിൽ വെക്കട്ടെ എന്ന് ചിന്തിക്കും. പക്ഷെ അയലോക്കത്തുകാരൻ ആ അതിർത്തി കൊണ്ട് തൈ വെക്കും. അപ്പം നമ്മുടെ ദർശനം എന്തൊരു ദർശനം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരുടെ കരുതൽ, മറ്റുള്ളവരെ ഓർത്ത് വിഷമിക്കുന്നു. ശ്രീനാരായണ ഗുരു പറയും, അയലു തനപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചു വേണം. അങ്ങനെ മറ്റുള്ളവരുടെ എല്ലാം ക്ഷേമൈശ്വര്യങ്ങളിലൂടെ സംതൃപ്തി കണ്ടെത്തിയ മഹാത്മാവായ ആദർശധീരനായ രാഷ്ട്രീയക്കാരനും സമുദായ പ്രവർത്തകനും എല്ലാം ആയിരുന്നു ആ ശങ്കർ സാർ. അപ്പൊ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലെ കുറ്റത്തിരികളിൽ നിന്ന് നിരാശനാകാണ്ട് മടുത്തിട്ടാണ് അധികാരം വിട്ട് ഇറങ്ങിപ്പോയത്. കേരളത്തിന്റെ 3ാമത്തെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വിചക്ഷണൻ. കേരളത്തിലെ ഈ വിദ്യാഭ്യാസം നഗരങ്ങളിലെ പണക്കാരുടെ പിള്ളേർക്കും പത്രാസുള്ള പ്രമാണിമാർക്കും ഒക്കെ ആയി വെച്ചിരുന്നത് പാവപ്പെട്ടവരിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ ഗ്രാമാന്തരങ്ങളിലേക്ക് SN കോളേജുകളെ തുടങ്ങി. എല്ലാവർക്കും ഇതുപോലെ അദ്ദേഹത്തെ മറ്റു മതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ അനുസ്മരിക്കുന്നു. പലരുടെയും സ്ഥാപനങ്ങൾ അവരിലെ സമുദായ ഭ്രമത്തെ വളർത്തുമ്പോൾ ശങ്കർ സാറിന്റെ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി രാഷ്ട്രീയ ബോധവും തത്വചിന്തയും ഒക്കെ പഠിക്കുവാനും വളരുവാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള മഹത്വമാണ്. അപ്പൊ ശ്രീനാരായണ കോളേജിലൊക്കെ ശങ്കർ സാറിന്റെ നിത്യ സ്മാരകങ്ങളാണ്. പ്രസംഗിക്കാനൊക്കെ ആളുകളുണ്ട്. ശങ്കർ സാറിനെ കുറിച്ച് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒക്കെ പ്രസംഗിക്കാം, ഇന്നും എത്തത്തില്ല. അത്രമാത്രം തുടിക്കുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് നിങ്ങൾ ശങ്കർ സാറിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കണം, അറിയണം. ഒത്തിരി മേഖലകൾ അദ്ദേഹം ഇന്ന് ഈ കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളുടെ എല്ലാം 90% അടിസ്ഥാനം ശങ്കർ സാറിന്റെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ശങ്കർ സാറിനെ കുറിച്ചുള്ള പഠനം ഉണ്ടാകണം. അദ്ദേഹത്തിന് നിങ്ങൾ ഊർജ്ജം ഉൾക്കൊള്ളണം. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ശങ്കർ സാറിന്റെ ധന്യമായ സ്മരണകൾക്ക് മുൻപിലെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ധാരാളം ഓർമ്മപ്പൂക്കളെ ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.